നമ്മളുടെ ലോകം ഇലക്ട്രിക്കിൻ്റേതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഹനങ്ങളുടെ ഒരു കാലഘട്ടം ആലോചിക്കുകയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് സ്റ്റീം എഞ്ചിനായിരുന്നു. എന്ന് വെച്ചാൽ കൽക്കരി ഇട്ടിട്ട് ഓടിക്കുന്ന ബസ്സുകളാണ് നമ്മുടെ അവിടേക്ക് ആദ്യമായിട്ട് വന്നത്. എൻ്റെ കൂടെ നിൽക്കുന്നത് സുബ്രേട്ടനും ഉണ്ണിഷേട്ടനുമാണ്. ഞങ്ങൾ MG റോഡിൽ കുളത്തിൻ്റെ അവിടേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള വർക്ക്ഷോപ്പിൻ്റെ അവിടെ പഴയ വണ്ടികളോട് ഇഷ്ടം കൊണ്ട് തന്നെ എൻ്റെ കയ്യിലൊരു അംബാസഡർ ഉണ്ട്. അതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സ് കംപ്ലൈൻ്റ് ആയി, അതിൻ്റെ കംപ്രഷൻ വരുന്നില്ല. അപ്പോൾ അത് എൻ്റെ ഓയിൽ പോകുമ്പോൾ അത് സർവീസ് ചെയ്യാൻ എവിടെയ സ്ഥലമുള്ളതെന്ന് അന്വേഷിച്ചപ്പോഴാണ് എന്നോട് അംബാസഡർ ഓണേഴ്സ് അസോസിയേഷൻ്റെ പുലിയായിട്ടുള്ള ജോയിയേട്ടൻ പറയുന്നത്, നിങ്ങളിങ്ങനെ ഒരു സുബ്രേട്ടൻ്റെ ആളെ പോയി കാണുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വർക്ക്ഷോപ്പിൽ വരുന്നത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് പോയ കാലം ഇങ്ങനെ തിരിച്ച് ഓർമ്മയിൽ വരിക എന്ന് പറയും. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു അതിൻ്റെ ഒരു ഓയിൽ സീല് ഇല്ല, മാർക്കറ്റിൽ അങ്ങനെ ഒരു ഓയിൽ സീലില്ല. പണ്ടത്തെ കാലത്ത് ഒരു സിലോ എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ ഓയിൽ സീലാണ്. വണ്ടിയുടെ സ്റ്റിയറിംഗ് ബോക്സാണ് ഇത്, അല്ല പവർ സ്റ്റിയറിങ്ങിൻ്റെ ഇതാണ് ഇരിക്കുന്നത്, പമ്പാണ് ഇരിക്കുന്നത്. അതിനുള്ള ഓയിൽ സീൽ ഇപ്പോൾ കിട്ടാനില്ല. സിലോ നിർത്തിയിട്ട് വർഷം കുറയും. അപ്പോൾ അത് അന്വേഷിച്ച് പോയപ്പോഴാണ് പറയണത്, സുബ്രേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, നമുക്ക് വേറെ ഓയിൽ സീലിടാം, അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് ഒരു ലൈത്തിൽ കയറ്റി പടന്നാൽ മതി. ഇന്നത്തെ കാലത്ത് ഒരു വർക്ക്ഷോപ്പുകാർക്കും അങ്ങനെ പറയാനായിട്ടുള്ള ചങ്കുപറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പണി ഇന്നത്തെ കാലത്ത് ആർക്കും അറിയില്ല. പഴയ 90കളിലും 70കളിലുള്ള വർക്ക്ഷോപ്പുകാർ മാത്രമാണ് ആ ഒരു വാക്ക് പറയുള്ളൂ. കാരണം അന്ന് എല്ലാം നമ്മൾ ഉണ്ടാക്കിയിടുകയാണ്. കമ്പനിയിൽ പോയാൽ പോലും സ്പെയർ കിട്ടാത്ത ഒരു കാലമാണ്. അലുണ്ണിഷേട്ട അങ്ങനെ ഒരു കാലം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കിയിടല്ലേ ചെയ്യാം. ഇവര് സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ഒരു കാലത്ത് 90കളിലൊക്കെ ഇഞ്ചിൻ മാറ്റി വയ്ക്കുന്ന പരിപാടികളായിരുന്നു. വണ്ടികളിൽ ഇഞ്ചിൻ നമ്മുടെ അടുത്ത് അത്രയും പവർഫുൾ അല്ലാത്ത എഞ്ചിനുകൾ മാറ്റി ടൊയോട്ടയുടെ മറ്റ് എഞ്ചിനുകളൊക്കെ എവിടെ നിന്നാണ് എഞ്ചിനുകളൊക്കെ കൊണ്ടുവന്നത്? മദ്രാസിൽ നിന്ന് മേടിക്കും. ഇതിൻ്റെ ഇവിടെ ഓൾറെഡി അന്ന് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് ഇതൊന്നും ചെയ്യാനായിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ബുക്കിൽ എൻട്രി ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലേ? പറ്റില്ല. ഇപ്പോഴും ഇവിടെ വെറൈറ്റി കാറുകളാണ് വർക്ക് ചെയ്യണത്. അപ്പം ഒരു പുതിയ തലമുറ വിൻറ്റേജ് മോഡൽ ഒരു ഇലക്ട്രിക് കാർ അടക്കം നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ അവിടെ പണിയാനായിട്ട് കിടക്കുന്നത്. അതിൽ പലതും നമ്മളൊക്കെ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ നിരത്തിൽ ഓട്ടം നിർത്തിയ വാഹനങ്ങളാണ്. ഒരു വില്ലീസ് ജീപ്പ്, അതൊരു ഇംഗ്ലണ്ടിൻ്റെ തന്നെ വില്ലീസ് ജീപ്പ് അവിടെ പണി നടത്തുന്നുണ്ട്. അതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ്, ഒറിജിനൽ സ്റ്റിയറിംഗ് ബോക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു പുതിയ സ്റ്റിയറിംഗ് ബോക്സ് എടുത്തു വെച്ച് അതിൻ്റെ ഹാൻഡിലൊക്കെ മാറ്റി ഇൻസ്റ്റാൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പിടിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്നതിനിടയിലാണ് ഞാനവിടെ എത്തിപ്പെടുന്നത്. എനിക്കൊരു പ്രതീക്ഷയില്ലാണ്ടാണ് ഞാൻ എത്തിപ്പെടുന്നത്. നമ്മുടെ ഈ പമ്പ് എന്ന് പറയുന്നത് 15,000 രൂപയാണ് ഇതിൻ്റെ വില. നമ്മൾ ഓയിൽ സീൽ മാറ്റിയാൽ തന്നെ പോരാ, അതിൻ്റെ ഉള്ളിൽ ബെയറിങ്ങിൻ്റെ ശബ്ദം വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് അതഴിച്ച് നോക്കിയപ്പോൾ ഓയിൽ സീൽ അതിൻ്റെ അളവിൽ കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് തിരിച്ചു കൊണ്ടുപോകാൻ പറയും എന്ന്. അപ്പം എൻ്റെ അടുത്ത് പറയുമായിരുന്നു, അത് വിരോധമില്ല, നമുക്ക് അവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് അതിലേക്കൊരു സ്ലീവ് ഇറക്കി മാർക്കറ്റിൽ കിട്ടുന്ന സൈസിൽ ഓയിൽ സീൽ പിടിപ്പിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇനി ഒരിക്കൽ മാറ്റേണ്ടി വന്നാലും ബുദ്ധിമുട്ടില്ലല്ലോ. ഇത്രയും വിശ്വാസത്തോടു കൂടി പറയുമ്പോൾ നമ്മളെങ്ങനെ കേൾക്കാതിരിക്കും. ഇത് ഹൈഡ്രോളിക് പമ്പ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ കമ്പോണൻറ്റ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന നിരവധിയായ ചെറിയ ചെറിയ കമ്പോണൻസ്, അങ്ങനെ വരുന്ന ഒരു പാർട്ടാണത്. ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു കൗതുകം തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ പിറ്റേ ദിവസം പോയി അവിടെ നിന്നു. ലെയ്ത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇത് ഓരോന്നും സൂക്ഷ്മതയോടുകൂടി സെറ്റ് ചെയ്യാണ്. എനിക്കൊരു വിശ്വാസക്കേട് ഉണ്ടായിരുന്നു ഇത് എത്രത്തോളം ശരിയാവും എന്നുള്ളത്. സുബ്രഹ്മണ്യജനി വളരെ കൗതുകത്തോടെയാണ് ചെയ്യുന്നത്. വളരെ കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടു കൂടി അത്രയും പഠനം നടത്തി ചെയ്യുന്ന ഒരാളുടെ എല്ലാ ടാലൻറ്റും ആൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കണ്ട വയസ്സ്, ആ വയസ്സിന് ഈ പറഞ്ഞ പോലെ 50 വർഷത്തെ പഴക്കമുണ്ട്. അതിൻ്റെ തേയ്മാനുണ്ട്. ഹൈഡ്രോളിക്ക് ഒരു ജാക്കിയുണ്ട്. വെൽഡിങ് മെഷീനും 50 കൊല്ലത്തെ പഴക്കമുണ്ട്. അതുപോലെ തന്നെയാണ് അവിടുത്തെ ലെയ്ത്തും. ലെയ്ത്തൊരു വലിയ മെഷീൻ ടൂൾ തന്നെയാണ്, വലിയൊരു മെഷീനാണ്. അത്രയും വലിയ ലെയ്ത്തുള്ള സാധാരണ വർക്ക്ഷോപ്പുകൾ എവിടെയും തന്നെ കാണില്ല. വെൽഡിങ് മെഷീൻ അങ്ങനെ ഒന്നും വേണ്ട, എല്ലാം വളരെ കൃത്യമായിട്ടുള്ള മെഷീനറികളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇത് രണ്ടാമത് സെറ്റ് ചെയ്ത് ഓയിൽ സീലെല്ലാം അടിച്ച് സെറ്റ് ചെയ്ത്
എനിക്ക് തന്നു കഴിയുമ്പോഴും എനിക്ക് ഒരു വിശ്വാസക്കേടുണ്ടായിരുന്നു, എത്രയായിട്ട് ഓക്കെ ആയിട്ടുണ്ടാവുമോ. കാരണം ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കമ്പോണൻസ് വരുന്ന ഒരു പമ്പല്ലേ. ഹൈഡ്രോളിക് പമ്പ് കൊണ്ടുവന്ന് വണ്ടിയുമേൽ പിടിപ്പിച്ച് ഓടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതെ, ആർക്ക് ഇത്തരം ആവശ്യം വരികയായാലും ഒന്ന് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വിശ്വാസ്യതയോടുകൂടി ഇത്തരം ജോലികൾ ചെയ്തു തരും. നമ്മൾ MG റോട്ടിൽ കൂടെ വരുമ്പോൾ പമ്പ് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലുള്ള പമ്പ് കഴിഞ്ഞ് ഇടതുവശത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ 3-ാമത്തെയോ 4-ാമത്തെയോ വർഷാപ്പായിട്ടാണ് വരിക. റെജു ഓട്ടോ വർക്ക്സാണ് പേര്. റെജു ചേട്ടനുണ്ട്, ഉണ്ണികൃഷ്ണൻ ചേട്ടനുണ്ട്, സുബ്രേട്ടനുണ്ട്. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മകനാന്ന് തോന്നുന്നു, മറ്റൊരാൾ കൂടിയുണ്ട് അവിടെ. ഏത് തരം വണ്ടികളുടെ ഓൾട്രേഷൻ പണികളും അവർ വളരെ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരും. അത് സ്റ്റിയറിംഗ് ബോക്സ് അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഹൈഡ്രോളിക് സ്റ്റിയറിങ്ങിൻ്റെ ഏത് ഭാഗവും സർവീസ് ചെയ്ത് തരും. അതിനെക്കുറിച്ച് കുറേ തിയറി ക്ലാസ്സുകളും എനിക്ക് തന്നു. കൗതുകത്തോടു കൂടി ആശ്ചര്യത്തോടു കൂടി ഞാനിത് കേട്ടു വന്നു. കാരണം ചെറുപ്പമായിട്ടുള്ളൊരാളല്ല ചെയ്യുന്നത്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറയുമായിരുന്നു 1980കളിൽ ആൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തുമ്മേ മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പവർ സ്റ്റിയറിംഗ് പിടിപ്പിച്ച കഥ പറയുമായിരുന്നു. അതെ, അത് സത്യമാണ്. അത്രയും വർഷങ്ങളുടെ പഴക്കമുള്ളത് കൊണ്ടാണ് ഇത്രയും ആരും പണിയാത്ത ഈ ഒരു പണി ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഇത്തരം സർവീസ് ആവശ്യം വരികയാണെന്ന് വെച്ചാൽ ഇവിടെ വരാൻ മടിക്കേണ്ട. ഉത്തരവാദിത്തോടു കൂടി കൃത്യമായിട്ട് തന്നെ ചെയ്തു തരും. നമ്മളത് സാക്ഷിയാണ്. എന്തായാലും ജോയേട്ടനോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. ജോയേട്ടനാണ് ഞാൻ തൃശ്ശൂരായിരുന്നിട്ട് പോലും ചാവക്കാടുള്ള ജോയേട്ടനാണ് എനിക്ക് ഈ സ്ഥലം കാണിച്ചു തന്നതും പറഞ്ഞു തന്നതും. വളരെ സൗഹാർദ്ദപരമായ സമീപനമാണ്. നമ്മൾ സാധാരണ വർക്ക്ഷോപ്പിൽ പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു വാക്ക് പോലും നമുക്കിവിടെ നിന്ന് കാണാനോ കേൾക്കാനോ പറ്റിയില്ല. ഒരു വ്ളോഗ് വീഡിയോ എന്നതിനപ്പുറം അറിയേണ്ട, മനസ്സിലാക്കേണ്ട, മറ്റൊരാൾക്ക് ആവശ്യം വന്നാൽ ബന്ധപ്പെടേണ്ട ഒരു കാര്യം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.